പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് അൻഷീർ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം കേരളത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് PN മണിക്കർ. മലയാളികളെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും അത് ലക്ഷ്യമാക്കി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത PN മണിക്കറുടെ ജന്മദിനമായ ജൂൺ 19 വായനാ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നു. കുട്ടികളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതും എന്നാൽ ഇന്നത്തെ തലമുറക്ക് അന്യമായി കൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് വായനാശീലം. നമ്മുടെ പൂർവികർ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കിയിരുന്നത് എഴുത്തനുഭവങ്ങൾ സമ്മാനിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങളിലൂടെയാണ്. എന്നാൽ ഇന്ന് ജനിച്ചു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ജനാദരം ബാധിച്ച വൃദ്ധന്മാർ വരെ ഏത് സമയവും മൊബൈലിലും ടാബിലുമാണ് പരതുന്നത്. സമൂഹത്തിൽ വലിയ നിലയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വായനയെ പ്രധാന ഒന്നായി കാണുന്നു. കുട്ടികളായ നമ്മളിൽ ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും ജനിപ്പിക്കുന്നതിൽ വായന വളരെ വലിയ പങ്ക് നിർവഹിക്കുന്നു. മഹാനായ ശാസ്ത്രജ്ഞനും നമ്മുടെ രാഷ്ട്രപതിയുമായിരുന്ന APJ അബ്ദുൽ കലാം പറയുന്നത്, ദിവസവും 1 മണിക്കൂർ നിങ്ങൾ വായനക്കായി മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ പരിണമിപ്പിക്കും എന്നാണ്. ഏത് ഇരുട്ടുമൂലയിലും കയറി ചെന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ സാധിക്കുന്ന മൂർച്ചയുള്ള ഒരു ആയുധമാണ് പുസ്തകം. അറിവില്ലാത്തവന് അറിവ് പകർന്നു നൽകി പുത്തൻ മാറ്റത്തിന്റെ ശങ്കുലി മുളക്കുന്ന മറ്റൊരു നീതിശാസ്ത്രം, അതാണ് പുസ്തകം. പുസ്തകങ്ങളെ നാം ചെങ്ങാതിമാരായി കണക്കാക്കണം. അപ്പോൾ നമ്മളിൽ വിജ്ഞാനവും നന്മയും ഉണ്ടാകും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.